കഴുത്ത് കുടുങ്ങിപ്പോയി. അപ്പം കുറച്ച് എക്സ്ട്രാ ഡീസൻ്റ് ആവാൻ നോക്കിയാണ്. സുരാജ് വെഞ്ഞാറമ്മൂൾ, സുധീർ കരമന തുടങ്ങിയ ഒരുപാട് വ്യക്തികൾ നല്ല രീതിയിൽ പെർഫോം ചെയ്ത ഒരു സിനിമയാണ് എക്സ്ട്രാ ഡീസൻ്റ് എന്ന ഇ.ഡി. പടം എനിക്ക് തോന്നുന്നു മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എന്ന പടത്തിനെയൊക്കെ കമ്പയർ ചെയ്തുകൊണ്ടാണ് ഒരുപാട് ആളുകൾ പറയുന്നത്. അവർ തന്നെ പറഞ്ഞത് ഈ സിനിമ ഇറക്കാൻ കാരണം ആ സിനിമ ഇറങ്ങിയതിന് ശേഷം ഉണ്ടായ പ്രേക്ഷക പ്രതികരണം ഒക്കെ കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ ആ സിനിമ ഇറങ്ങിയത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു സിനിമ ഇറക്കാനുള്ള ഒരു ധൈര്യം കിട്ടത് എന്നാണ്. ഒരിക്കലും ആ സിനിമയെ വെച്ച് കമ്പയർ ചെയ്യാൻ പാടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പേഴ്സണലി എൻ്റെ അഭിപ്രായം അതാണ്. ചിലവർക്ക് അത് വർക്കാവുമായിരിക്കാം, പക്ഷെ എനിക്കത് അങ്ങനെ അത്രത്തോളം തോന്നിയിട്ടില്ല. കാരണം രണ്ട് സിനിമയും സംസാരിക്കുന്നത് ഒരേ സാധനം തന്നെയാണെങ്കിലും എനിക്കൊന്ന് മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് ഒരുപക്ഷെ കുറച്ചും കൂടി ഫാസ്റ്റ് ആണ്, കുറച്ചും കൂടി ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ടാണ് സിനിമ പോകുന്നത്. ഇയാൾ എന്തുകൊണ്ടാണ് അങ്ങനെ ആയത്, അല്ലെങ്കിൽ അയാളത് അങ്ങനെ ആവാൻ എടുക്കുന്ന പ്രോസസ്സ്, ആയതിനു ശേഷം ഓരോ സ്റ്റെപ്പ് വെക്കുന്നതും കൃത്യമായിട്ട് തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. അത് നല്ല രീതിയിൽ തന്നെ, അങ്ങനെ നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ ആ സിനിമ നല്ല രീതിയിലാണെന്നല്ല, സിനിമ എടുത്തിരിക്കുന്നത് അത്രത്തോളം നല്ല ഓരോ ചുവടുവയ്പ്പുകളും കൃത്യമായിട്ട് തന്നെയാണ്, ഘട്ടം ഘട്ടമായി പോകുന്നുണ്ട്. പക്ഷെ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ചെറുപ്പകാലത്ത് ഈ പറയുന്ന മെയിൻ ക്യാരക്ടർ ഒരുപക്ഷെ അനുഭവിച്ച ഒരു ആ ട്രോമയിൽ നിന്നും അദ്ദേഹം കരകയറാൻ എടുക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, വീട്ടിൽ നിന്നും അയാൾക്കുണ്ടാകുന്ന മെന്റൽ പ്രഷർ, ടോർച്ചറിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത്രത്തോളം ടോർച്ചർ, കാരണം കേരളത്തിലെ ഏകദേശം എല്ലാ വീടുകളിലും അനുഭവിക്കുന്നത് ഇതേ രീതിയിൽ തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അവിടുത്തെ കുട്ടികളൊക്കെ ഇതുപോലെയാണോ പെരുമാറുന്നത്? ഒരുപക്ഷെ നമുക്ക് നീതീകരിക്കാൻ വേണ്ടി പറയാം, ചിലരെങ്കിലും അങ്ങനെയല്ലേ എന്ന്. എങ്കിൽ പോലും അവർ ഇങ്ങനെ ആയിരിക്കുമോ പെരുമാറുന്നത് എന്നുള്ളതാണ് എനിക്ക് ഡൗട്ടുള്ളത്. കാരണം അദ്ദേഹത്തിന് കിട്ടിയ ഒരു കച്ചിത്തുരുമ്പ് വെച്ചാണ് അയാൾ പെട്ടെന്ന് മാറുന്നത്. ആ കച്ചിത്തുരുമ്പ് വെച്ചിട്ട് ഒറ്റ രാത്രി കൊണ്ട് ടപ്പേന്ന് പറഞ്ഞിട്ട് അയാൾ മാറുക എന്ന് പറയുന്നത്, ഇനി ആ കച്ചിത്തുരുമ്പ് തന്നെ അയാളത് പുറത്തു പറഞ്ഞാൽ, അല്ലെങ്കിൽ അയാൾ പറയുന്ന വ്യക്തിയോട് പറഞ്ഞു കഴിഞ്ഞാലും അത്രത്തോളം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ ആ കുടുംബത്ത് എന്നുള്ളത് എനിക്ക് ഡൗട്ടുണ്ട്. കാരണം പറയാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ പെങ്ങളോടാണ്. പെങ്ങളോട് പറഞ്ഞാൽ അതൊരു പ്രശ്നമാണ്. കാരണം പെങ്ങള് കുറച്ചും കൂടി ഓപ്പൺ മൈൻഡഡ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇനി അച്ഛൻ നമുക്ക് മനസ്സിലാക്കിയെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. പടം എനിക്കത്ര വർക്കായില്ല. പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫ് പിന്നെയും അദ്ദേഹത്തിന്റെ ഒരു സെറ്റ് ഔട്ട് കാര്യങ്ങൾ, എന്താണ് പടം പറയാൻ പോകുന്ന പ്ലോട്ട് എന്നൊക്കെ പറഞ്ഞു പോകുന്നുണ്ടെങ്കിലും സെക്കൻഡ് ഹാഫിൽ എത്തുമ്പോൾ എല്ലാവരെയും വില്ലന്മാരാക്കി കാണിക്കണം, അല്ലെങ്കിൽ എല്ലാവരിലും ഒരു ഗ്രേ ഷെയ്ഡ് ഉണ്ട്, അല്ലെങ്കിൽ നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ട്. പക്ഷെ എനിക്കൊന്ന് ഫസ്റ്റ് ഹാഫ് കാണിച്ച ആ ഒരു ഭയങ്കര നെഗറ്റീവായിട്ടുള്ള അച്ഛൻ കഥാപാത്രത്തേക്കും സെക്കൻഡ് ഹാഫിൽ കുറച്ചും കൂടി പോസിറ്റീവായിട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു തിരിച്ചറിവ് ഉണ്ടാവുന്ന രീതിയിലേക്ക് പോകുന്നത്. പക്ഷെ എങ്കിൽ പോലും അത്രത്തോളം അതൊരു ഭീകര ചിന്തകളിലേക്കൊക്കെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നോ എന്നുള്ളത്, ഒരുപക്ഷെ കൊന്നുകളയാൻ പോലും എല്ലാ കഥാപാത്രങ്ങളും ഈ സിനിമയിൽ അവതരിപ്പിച്ച എല്ലാവരും, നായകൻ ഉൾപ്പെടെ, അല്ലെങ്കിൽ നായകന്റെ ചുറ്റുമുള്ള എല്ലാവരും, ചുറ്റുപാടുള്ള എല്ലാവർക്കും ആ ഒരു ചിന്ത വരണം എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ അതിലുണ്ടോ, അല്ലെ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് ഭയങ്കര നെഗറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു സുരാജും ലിസ്റ്റിൻ സ്റ്റീഫനും തന്നെയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അവർ ഇതിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് കോട്ടൊക്കെ ഇട്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അതൊരു പ്രൊമോഷൻ ടാക്ടിക്സ് മാത്രമായിട്ട് എനിക്ക് തോന്നി. കാരണം അത്രത്തോളം ഇത് കാണിക്കുമ്പോൾ പടത്തിൽ ലിസ്റ്റിൻ സ്റ്റീഫന്റെ കഴിഞ്ഞ കുറേ അധികം പടങ്ങൾ, ഞാൻ അദ്ദേഹത്തിന് തേജോവധം ചെയ്യാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഇതോ അല്ല പറയുന്നത്, പക്ഷെ ഒരു ഫാക്റ്റാണത്. അദ്ദേഹത്തിന്റെ അവസാന കുറെ പടങ്ങൾ, അല്ലെങ്കിൽ പൃഥ്വിരാജ് ഇല്ലാത്ത പടങ്ങളൊക്കെയും എനിക്ക് തോന്നുന്നത് അത്ര ഗംഭീരമായിട്ട് വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹത്തെ പോലുള്ള ഒരു പ്രൊഡ്യൂസർ കുറച്ചും കൂടി നല്ല സിനിമകൾ, നല്ല കഥകൾ ചൂസ് ചെയ്യാമായിരുന്നു. അതുപോലെ തന്നെ സുരാജ് ഒരു പക്ഷെ പ്രൊഡ്യൂസ് ചെയ്തത് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് പെർഫോം ചെയ്യാനുള്ള ഒരു ലെവൽ ഈ സിനിമയിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ടായിരിക്കാം. അപ്പൊ അങ്ങനത്തെ ഒരു പ്ലോട്ടും ഇതിലുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രകടനം ഒന്നുകൊണ്ട് മാത്രം സിനിമ വിജയിപ്പിക്കുന്ന ഒരു ലെവലിലേക്ക് പോകും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതേ കഥയില്ലായ്മയോ
അല്ലെങ്കിൽ എഴുത്തിന്റെ പ്രശ്നങ്ങളും ഒക്കെ കാരണം സിനിമ എനിക്ക് അത്രയും വർക്കൗട്ട് ആയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം പറയുക. കാണാൻ താല്പര്യമുണ്ട്. കുറച്ചും കൂടി ഡാർക്ക് ഹ്യൂമറാണ്, കോമഡിയാണ്, അങ്ങനത്തെ ഒക്കെ ഡാർക്ക് മുകുന്ദനുണ്ണി അസോസിയേറ്റ്സിന്റെ കുറേ കൂടി താഴെ നിൽക്കുന്ന ഒരു ലെവലിലാണ് എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. ആ മോഡലിൽ കാണണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ പോയി ഒന്ന് കാണാൻ ശ്രമിക്കാവുന്നതാണ്. പറ്റുമെങ്കിൽ കണ്ടതിന് ശേഷം വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേറെന്താണ് പറയേണ്ടതെന്ന് വെച്ചാൽ എൻ്റെ ഈ യൂട്യൂബ് ചാനൽ മാത്രമല്ല, ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, ഫേസ്ബുക്ക് പേജ് ഉണ്ട്, എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അറിയാത്തവർ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഇതിലെന്തെങ്കിലും എക്സ്ട്രാ അല്ലെങ്കിൽ റീൽസോ കാര്യങ്ങളോ ഞാൻ ചെയ്യുമ്പോൾ അതുവഴി അറിയണം എന്നുള്ളവർ ഈ പേജുകളിലൊക്കെ ഒന്ന് കയറി ലൈക്ക് ചെയ്താൽ എനിക്ക് കുറച്ചും കൂടി ഉപകാരമായിരുന്നു. ഇതൊക്കെ എൻ്റെ കയ്യിലുണ്ട്, നിങ്ങൾ ആരും അത് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാനതിനെ പ്രൊമോട്ട് ചെയ്യാത്തത് കൊണ്ടാണ്. കാരണം എനിക്കിതൊരു അത്രയും വലിയ ബിസിനസ് ഒന്നും അല്ല. ഞാൻ എന്തായാലും പൈസ കൊടുത്ത് കാണുന്ന ആ സിനിമയെ കുറിച്ചുകൂടെ പറയാം എന്നുള്ള ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു ഇത്ര ഡീസൻ്റ് അല്ലാത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.